ബ്രോഡ്കാസ്റ്റ് ലാംഗ്വേജ് സ്കൂളിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സംഭവം കഴിഞ്ഞു, ഒരു കാര്യം നമ്മൾ ചെയ്തു. നമ്മുടെ കഴിഞ്ഞ ദിവസം എങ്ങനെയായിരുന്നു, കഴിഞ്ഞ ആഴ്ച എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസ് എങ്ങനെയായിരുന്നു എന്നുള്ള കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ട രീതിയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ലാംഗ്വേജ് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു കാര്യം, അപ്പോൾ അത് വളരെ സിമ്പിളായി നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ഇന്നലെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമുക്കെല്ലാവർക്കും ഒരു ദിനചര്യയുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അതിനുശേഷം നമ്മൾ അറ്റൻഡ് ചെയ്തൊരു ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എക്സാം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ 2 months വെക്കേഷൻ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ വെഡ്ഡിങ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ പങ്കെടുത്ത നമ്മുടെ ബർത്ത്ഡേ പാർട്ടി എങ്ങനെയാണ് നമ്മൾ ആഘോഷിച്ചത്, നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എങ്ങനെയാണ് നമ്മൾ ആഘോഷിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റൊരാളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അതിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്നലെ നമ്മൾ പ്രധാനമായും എന്ത് ചെയ്തു, ഇന്നലെ നമ്മൾ ഉറക്കിൽ നിന്നും ഉണർന്നു, അപ്പോൾ എഴുന്നേറ്റ്. അത് നമുക്ക് വളരെ ലളിതമായിട്ട് പറയാം, ഐ വോക്കപ്പ്, ഞാൻ എഴുന്നേറ്റു. ഐ വോക്കപ്പ് അറ്റ് 5 o'clock, ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു. ഐ വോക്കപ്പ് അറ്റ് 6 o'clock, ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. ഐ വോക്ക് അപ്പ്, ഞാൻ എഴുന്നേറ്റു, ഉറക്കിൽ നിന്നും ഉണർന്ന് എഴുന്നേറ്റു. ഐ വോക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഞാൻ അതിരാവിലെ എഴുന്നേറ്റു. അതാണ് പ്രത്യേകിച്ച് ടൈം മെൻഷൻ ചെയ്യുന്നില്ല അവിടെ. ഐ വോക്കപ്പ് അറ്റ് 4 o'clock, ഞാൻ 4 മണിക്ക് എഴുന്നേറ്റു. ഇങ്ങനെ നമ്മൾ എഴുന്നേറ്റ സമയം നമുക്ക് കൃത്യമായിട്ട് പറയാം. ഐ വോക്ക് അപ്പ് അറ്റ് 4 o'clock, ഐ വോക്കപ്പ് അറ്റ് 5 o'clock, ഐ വോക്കപ്പ് അറ്റ് 6 o'clock. പിന്നെ നമ്മൾ പ്രൈമറി നീഡ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഐ കംപ്ലീറ്റഡ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഐ കംപ്ലീറ്റ് മൈ പ്രൈമറി നീഡ്സ്, ഞാൻ എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തിയാക്കാറുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തു എന്നാണ്, ഇന്നലെ നമ്മൾ ചെയ്തു. ഐ കംപ്ലീറ്റഡ് മൈ പ്രൈമറി നീഡ്സ്. ദെൻ ഐ ഡ്രാങ്ക്, കുടിച്ചു. ദെൻ ഐ ഡ്രാങ്ക് 1 glass of warm water. ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിച്ചു. ദെൻ ഐ പെർഫോംഡ് മൈ പ്രയർ. നമാസ് ഓർ ഐ പെർഫോംഡ് പ്രയർ, പ്രാർത്ഥന നിർവഹിച്ചു. ദെൻ ഐ വെന്റ് ഫോർ എ വാക്ക്. ഞാൻ പോയി. ദെൻ ഐ വെന്റ് ഫോർ എ വാക്ക്, നടക്കാൻ വേണ്ടി പോയി. Then I went for a walk, നടക്കാൻ വേണ്ടി പോയി. Then I back to my home, വീട്ടിലേക്ക് മടങ്ങി. Then I had, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ദിനചര്യ പരിചയപ്പെടുന്ന സമയത്ത് then I have my breakfast, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. ഇവിടെ അത് had ആയിട്ട് മാറി. Then I had my breakfast, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. Then I took bath, കുളിച്ചു. ടേക്ക് ബാത്ത് എന്നാണ് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത്, ദിവസവും ഞാൻ കുളിക്കാറുണ്ട്. ഐ ടേക്ക് ബാത്ത്, ഞാൻ കുളിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഐ ടുക്ക് ബാത്ത്, ഞാൻ കുളിച്ചു. ടേക്ക് എന്നത് ടുക്ക് എന്നായി മാറും. ദെൻ ഐ ടുക്ക് ബാത്ത്, ഞാൻ കുളിച്ചു. ദെൻ ഐ ചേഞ്ച്ഡ് മൈ ഡ്രസ്സസ്, എൻ്റെ ഡ്രസ്സുകളൊക്കെ ചേഞ്ച് ചെയ്തു. ദെൻ ഐ ചേഞ്ച്ഡ് മൈ ഡ്രസ്സസ്. ദെൻ ഐ ലെഫ്റ്റ് മൈ ഹോം, എൻ്റെ വീട് വിട്ടു. Then I left my home, എൻ്റെ വീട് വിട്ടു. Then I reached my office, or I reached my school, I reached my nursery, then I reached my working place, then I reached my work site, then I reached my clinic, then I reached. എവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ എത്തി എന്ന് പറയാം. പിന്നെ ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. Then I started my work.